ലോക കേരള സഭ തുടങ്ങാൻ പോവുകയാണ്. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. സദസ്സും ഗാലറിയും ഒന്നടങ്കം എഴുന്നേറ്റ് നിവർന്നു നിന്നു. അഭിമാനത്തോടെ കേൾക്കാനായി മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരും മുൻനിരയിൽ തന്നെ. എന്താ എല്ലാരും കൂടി ഇങ്ങനെ അന്തിച്ച് നിൽക്കുന്നത്? ദേശീയഗാനം കേൾക്കുന്നില്ല. നിശബ്ദത വല്ലാണ്ട് നീണ്ടു. ആർക്കും ഒന്നും മനസ്സിലായില്ല. മുഖ്യമന്ത്രി സ്പീക്കറെയും റവന്യൂ മന്ത്രിയെ നോക്കി എന്തോ പിറുപിറുത്തു. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ മൈക്കോ, മൈക്ക് കാണുമ്പോൾ മുഖ്യമന്ത്രിയോ ഇടയുന്നതാണല്ലോ പതിവ്. ഇതിപ്പോൾ സൗണ്ട് വില്ലനായി. ദേശീയഗാനം പ്ലേ ചെയ്ത സിസ്റ്റം ചതിച്ചാശാനെ. സൗണ്ട് ഓപ്പറേറ്ററുടെ നിലവിളി ശബ്ദം കേട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ ഇനി പോയിക്കോ, ഇങ്ങോട്ട് നോക്ക്, വെട്ടിയെത്തി എടുക്കാൻ പോയിരിക്കുക. ഇവിടെ നനിയ കൊല്ലുന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിന്നാ ഉടൻ കൊല്ലും. അടുത്തോണ്ട് സ്ഥലം വിട്ടോ, ജീവനെങ്കിലും കിട്ടും. 52 സെക്കൻഡ് കൊണ്ട് പ്രശ്നപരിഹാരം. പക്ഷെ ദേശീയ ഗാനാലാപനം കേട്ടപ്പോൾ സദസ്സിലുള്ളവരുടെ മനസ്സിൽ 2 ചിന്തകൾ വന്നുപോയി. മാസങ്ങൾ മുൻപ് ഇതേ വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ആവർത്തിക്കുമോ? താങ്ക് യു സർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. ദേശീയ ഗാനം ആലപിച്ച ഒരു കോൺഗ്രസ് നേതാവിന് പറ്റിയത് ആവർത്തിക്കുമോ? ജനഗണ മംഗളദായക ജയ ഹേ. ഒരു മിനിറ്റ്, അവിടെ CD. ലോക കേരള സഭയിൽ ഒന്നും സംഭവിച്ചില്ല. ശുഭമായി അവസാനിച്ചു. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.